ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയ്ക്ക് അംഗീകാരം. കേരള സർവകലാശാല ഡീൻസ് കൌൺസിൽ യോഗത്തിലാണ് അംഗീകാരം നൽകിയത്. ചരിത്രപരമായ തീരുമാനമാണെന്ന് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വിസി ഡോക്ടർ ജഗതി രാജ് പ്രതികരിച്ചു. ഇന്നലെ ഞാനും ഇവിടുത്തെ സിൻഡിക്കേറ്റിൻ്റെ സബ് കമ്മിറ്റി അക്കാഡമിക്കിൻ്റെ സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി മെമ്പറും കൂടിയായ ജയപ്രകാശ് സാറും കൂടെ വൈസ് ചാൻസലർ പോയി കണ്ട് ഇതിൻ്റെ ആവശ്യകത, ഇമ്പോർട്ടൻസും അതിൻ്റെ എഫക്റ്റും എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സാർ അന്നേരം തന്നെ പറഞ്ഞിരുന്നു ഇത് നാളെ ഒരു ഡീൻസ് കൗൺസിൽ വിളിച്ചിട്ട് അവർ തീരുമാനം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് സാർ എല്ലാവരും റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെ ഇന്ന് ഈ ഒരു തീരുമാനം ഉണ്ടായിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചരിത്രപ്രധാനമായ ഒരു തീരുമാനം കൂടിയാണ്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ ചരിത്രപരമായ തീരുമാനം എന്നാണ് ഇപ്പോൾ വിസിയുടെ പ്രതികരണം. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തരവും നേടിയ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വേണ്ടി കേരള സർവകലാശാലയെ സമീപിച്ചപ്പോൾ സർട്ടിഫിക്കറ്റിനും കോഴ്സിനും അംഗീകാരമില്ല എന്നും അതുകൊണ്ട് തന്നെ ഉപരിപഠനത്തിന് അർഹതയില്ല എന്നും അടക്കമുള്ള മറുപടിയാണ് ലഭിച്ചത്. അത്തരത്തിൽ 10ഓളം വിദ്യാർത്ഥികൾ പ്രതിസന്ധി നേരിട്ടതോടുകൂടിയാണ് അടിയന്തരമായി ഇന്ന് വൈസ് ചാൻസലർ ഫാക്കൽറ്റി ഡീൻ കൌൺസിൽ യോഗം വിളിച്ചത്. യോഗത്തിൽ എല്ലാ ഫാക്കൽറ്റി ഡീൻ കൌൺസിൽ അംഗങ്ങളും പങ്കെടുത്തു. രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയ്ക്ക് മിനി കാപ്പനും യോഗത്തിന്റെ ഭാഗം. ഈ യോഗത്തിലാണ് സർവകലാശാലയുടെ കോഴ്സുകൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും അംഗീകാരമുണ്ട് എന്നും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നടപടി പാടില്ല എന്നുമുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതുപ്രകാരം ഇനി മുതൽ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് കൂടാതെ തന്നെ കേരള സർവകലാശാലയിൽ ഉപരിപഠനത്തിന് വേണ്ടി സമീപിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ അക്കാദമിക് കൌൺസിൽ ചേരാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ വിസിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഡീൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്തതും അത് അംഗീകരിച്ചതും. നേരത്തെ തന്നെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലറായ വി.പി. ജഗതിരാജ് സർവകലാശാലയിൽ എത്തിയിരുന്നു. വൈസ് ചാൻസലർ മോഹൻ കുന്നുമലുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി ഇരുവരും ഇത് സംബന്ധിച്ച് വിശദമായി ചർച്ച നടത്തുകയും ചർച്ചയിൽ രമ്യതയിൽ തന്നെ തീരുമാനമെടുക്കാമെന്നും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുമുള്ള ഉറപ്പ് വി.സി. മോഹൻ കുന്നുമൽ നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഫാക്കൽറ്റി ഡീൻ കൌൺസിൽ ചേർന്നതും ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ശരി, ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്.